സംസ്ഥാന വ്യാപകമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബിൽഡിംഗ് സെക്ഷനുകളിൽ വിജിലൻസ് റെയ്ഡ്. വിവിധ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമാണ് റെയ്ഡ് പുരോഗമിക്കുന്നത്. തൃശൂരിൽ 5 റെയ്ഡ് നടക്കുന്നുണ്ട്. അനീഷ് ആന്റണി ഉണ്ട് വിവരങ്ങളുമായി. അനീഷ്, എന്തായാലും തൃശൂരിൽ 5 ഇത്തരത്തിൽ വിജിലൻസിന്റെ റെയ്ഡ്, അതും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ബിൽഡിംഗ് സെക്ഷനുകളിലേക്ക്. എന്താണ് ഇത്ര ധൃതിപ്പെട്ടുള്ള ഈ റെയ്ഡിന് പിന്നിലുള്ള കാരണം? ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിട്ടാണ് റെയ്ഡ് സംസ്ഥാന വ്യാപകമായി പുരോഗമിക്കുന്നത്. വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ്. അതായത് മുനിസിപ്പാലിറ്റികളുണ്ട്, കോർപ്പറേഷനുകളുണ്ട്, അതുപോലെ പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത് ഓഫീസുകളുണ്ട്. ഇവിടുത്തെ എല്ലാം ബിൽഡിംഗ് സെക്ഷനുകളിലാണ് റെയ്ഡ് നടത്തുന്നത്. അതായത് ബിൽഡിംഗ് പെർമിറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള രേഖകളാണ് ഇവിടെയുള്ള എല്ലാ ഓഫീസുകളിലും വിജിലൻസ് സംഘം പരിശോധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള വ്യാപക പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണോ പരിശോധന എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എന്നാൽ ഈ സെക്ഷനുകളെല്ലാം ബിൽഡിംഗ് പെർമിറ്റ്, കെട്ടിട നിർമ്മാണത്തിന് നൽകുന്ന പെർമിറ്റ്, അനുമതി, ഇവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായും പരിശോധിക്കുന്നത്. മറ്റു രേഖകളും പരിശോധിക്കുന്നുണ്ട്. തെരഞ്ഞെടുത്ത ഓഫീസുകളിൽ, അതായത് ഓരോ ജില്ലകളിലും തെരഞ്ഞെടുത്ത തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് റെയ്ഡ്. അത്തരത്തിൽ തൃശൂർ ജില്ലയിൽ 5 റെയ്ഡ് നടക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ നടക്കുന്നുണ്ട്. അതുപോലെ കുന്നംകുളം, കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റികളിലുണ്ട്. ചേർപ്പ്, തളിക്കുളം ഗ്രാമപഞ്ചായത്തുകളിലുണ്ട്. രാവിലെ 10:00-ക്കാണ് വിജിലൻസ് സംഘം ഒന്നായി ഒരേ സമയത്ത് സംസ്ഥാന വ്യാപകമായി ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ റെയ്ഡിന് ഇറങ്ങിയത്. റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. എന്തായാലും എത്ര നേരം ഇനി റെയ്ഡ് തുടരും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മാത്രമല്ല, ഏതെങ്കിലും തദ്ദേശ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും നിയമത്തിനെതിരെ, നിയമം വിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ബിൽഡിംഗ് പെർമിറ്റ് നൽകിയിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൃത്രിമങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ, അതുമായി ബന്ധപ്പെട്ട രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തതയില്ല. അതെന്തായാലും റെയ്ഡിന് ശേഷം വിജിലൻസ് തന്നെ സംസ്ഥാന വ്യാപകമായ ഒരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിവരങ്ങളോ മാധ്യമങ്ങൾക്ക് നൽകും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും റെയ്ഡ് ഇപ്പോഴും പുരോഗമിക്കുകയാണ്. തൃശൂർ ജില്ലയിൽ 5 സംസ്ഥാന വ്യാപകമായി ഈ നടത്തുന്ന റെയ്ഡിന് ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിലാണ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നത്. കാർട്ടൂൺ. ശരി, അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.